ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുജ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആനപ്പാപ്പാന് സംഭവിച്ച ദാരുണാന്ത്യത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഉത്സവ എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന ചാത്തപുരം ബാബു എന്ന ആനയെ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടയിലാണ് ആനയ്ക്കും ലോറിയിലെ ഇരുമ്പ് ബാരിക്കേഡിനും ഇടയിൽപ്പെട്ട് ആനയുടെ ഒന്നാം പാപ്പാനായിരുന്ന ദേവൻ മരിച്ചത്. ഈ അപകട മരണത്തിന് ദേവനെയോ ആനയെയോ കുറ്റം പറയാൻ സാധിക്കില്ല. വർഷങ്ങൾക്ക് മുൻപ് ആനകളെ നടത്തിയാണ് ഓരോ ഉത്സവങ്ങളിൽ നിന്നും മറ്റൊരു ഉത്സവ സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇത് ആനയ്ക്ക് ക്ഷീണവും മറ്റും ഉണ്ടാക്കുമെന്നതിനാൽ ഇപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ ലോറികളിലാണ് ആനയെ കൊണ്ടുപോകുന്നത്. ലോറിയുടെ മുൻപിലും വശങ്ങളിലും പിറകിലുമായി കനമുള്ള ഇരുമ്പ് പൈപ്പുകളോ തേക്കിൻ്റെ തടികളോ കൊണ്ട് ബാരിക്കേഡുകൾ നിർമ്മിച്ച് അതിനുള്ളിൽ നിർത്തിയാണ് ആനയെ കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ കൊണ്ടുവന്ന ചാത്തപുരം ബാബു എന്ന ആന ലോറിയിൽ നിന്നും ഇറങ്ങാൻ മടി കാണിച്ചതോടെ അതിൻ്റെ ഒന്നാം പാപ്പാനായിരുന്ന ദേവൻ ലോറിയിൽ കയറി ആനയെ പിറകിലേക്ക് തള്ളുകയായിരുന്നു. ഒരു മണിക്കൂറോളം ശ്രമിച്ചിട്ടും ആന ലോറിയിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. ഇതേ തുടർന്ന് ലോറിയിൽ കയറിയ ദേവൻ ആനയെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ആന വശത്തേക്ക് തിരിഞ്ഞു. ഇതോടെ ദേവൻ ആനയുടെയും ലോറിയിൽ കെട്ടിയിരുന്ന ഇരുമ്പ് ദണ്ടിൻ്റെയും ബാരിക്കേഡിൻ്റെയും ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നു. ലുകൾ തകർന്ന് ദേവൻ ലോറിയിൽ തന്നെ വീഴുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാരും സ്ഥലത്തുണ്ടായിരുന്ന എലിഫന്റ് സ്ക്വാഡുകാരും ചേർന്ന് ആനയുടെ മുൻപിൽ നിന്ന് ദേവനെ പുറത്തെടുത്ത് ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു. ആനയുടെ മുൻപിൽ നിന്ന് ദേവനെ പുറത്തെടുക്കുമ്പോഴും ആന ഒരുവിധ പ്രകോപനവും കാട്ടിയില്ല. ആനയെ തള്ളിമാറ്റുന്നതിനിടെ ആന അബദ്ധത്തിൽ തല തിരിച്ചതാണ് ദേവൻ ഇതിനിടയിൽപ്പെട്ട് ഞെരിഞ്ഞമരാൻ കാരണം. സാധാരണഗതിയിൽ ആനകൾ ലോറിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ആരുടെ സഹായമില്ലാതെ തന്നെ ലോറിയിലെ സ്റ്റെപ്പിൽ കയറി ലോറിയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ആന കയറിയതിനു ശേഷമാണ് പിറകിലെ ഇരുമ്പ് ബാരിക്കേഡ് ഉറപ്പിക്കുക. എന്നാൽ ചാത്തപുരം ബാബു എന്തുകൊണ്ടാണ് ലോറിയിൽ നിന്ന് ഇറങ്ങാൻ മടി കാണിച്ചതെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. 40 വർഷമായി ദേവൻ ആനപ്പാപ്പാനായി ജോലി നോക്കുകയാണ്. അതിനാൽ ആനയുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ദേവന് നന്നായിട്ടറിയാം. ആനയോടുള്ള സ്നേഹമാണ് ദേവനെ ആനപ്പാപ്പാനായി ജോലി നോക്കുന്നതിന് പ്രേരിപ്പിച്ചത്. നാട്ടുകാരുടെയും മറ്റ് ആനപ്പാപ്പാന്മാരുടെയും പ്രിയപ്പെട്ട മഞ്ഞളൂർ ദേവേട്ടന് ആദരാഞ്ജലികൾ നേരുന്നു.